സമ്പൂർണ്ണ പ്ലസിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗ്രേഡുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്രൊമോഷൻ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ഇടതുവശത്തായി കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും പ്രൊമോഷൻ ലിസ്റ്റ് എടുക്കുക. തുടർന്ന് അവിടെ സെലക്ട് അക്കാദമിക് ഇയർ, നിങ്ങളുടെ ക്ലാസ്, ഡിവിഷൻ, ഓർഡർ ബൈ നെയിം എന്നിവ കൊടുത്തുകൊണ്ട് അതിന് താഴെയായി നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത വിവിധ ഗ്രേഡുകൾ എൻ്റർ ചെയ്ത വിഷയങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ താഴെയായി പ്രൊമോഷൻ ലിസ്റ്റിൻ്റെ ഒരു മാതൃക ഫോർം അവിടെ കാണാവുന്നതാണ്. അതിൽ നേരത്തെ സമ്പൂർണ്ണ എന്നുള്ള വിവരങ്ങൾ അനുസരിച്ചുള്ള അഡ്മിഷൻ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ തുടങ്ങിയ വിവരങ്ങൾ അവിടെ ലഭ്യമാകും. നമ്മൾക്ക് അവിടെ ആദ്യമായി ചെയ്യേണ്ടത് കുട്ടികളുടെ അറ്റൻഡൻസിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസിന് താഴെയായി ഓരോ കുട്ടിയുടെയും പെർസെൻറ്റേജ് അവിടെ രേഖപ്പെടുത്തുക. ഇനി അവസാനമായി ചെയ്യാനുള്ളത് സോഷ്യോ ഇമോഷണൽ സ്കില്ലും അതുപോലെ പ്രൊമോട്ട് ഓർ നോട്ടും. ഈ 2 കോളും കൂടി ഇതേപോലെ ഓരോ കുട്ടിയുടെയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പ്രൊമോഷൻ ലിസ്റ്റ് പൂർത്തിയാവും. പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സേവ് ബട്ടൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്തിരിക്കണം. അതോടുകൂടി പ്രൊമോഷൻ ലിസ്റ്റ് പ്രക്രിയ പൂർത്തിയായി.